إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ 53 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. മുൻ ആയത്തുകൾ ഫിറഔനുമായിട്ടുള്ള ആ മറുപടിയുടെ ആയത്തുകൾ അതുമായി തുടർച്ചയായി വരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയാണ് ഈ ഭൂമി ഈ ലോകം നിയന്ത്രിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലദീ ജഅല ലകുമുൽ അർള മഗ്ദ, ഈ ഭൂമിയെ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി തന്നവനാണ് അവനാണ് ആ റബ്ബ്. ആ റബ്ബ് നിങ്ങൾക്ക് ഈ ഭൂമിയെ ഒരു തൊട്ടിലാക്കി തന്നിരിക്കുന്നു. വസ്സലക ലകും ഫീഹാ സുബുല, അതിൽ നിങ്ങൾക്ക് ഒരുപാട് വിവിധങ്ങളായ വഴികൾ വെട്ടി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ നിങ്ങൾ യഥേഷ്ടം നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തേക്കൊക്കെ സഞ്ചരിക്കാനുള്ള വഴികളും അവൻ തുറന്നു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വഅൻസല മിനസ് സമാഇ മാഅൻ, അങ്ങനെ ആകാശത്തു നിന്നും അല്ലാഹു തആല വെള്ളം ചൊരിഞ്ഞു നൽകുന്നു. ഫഅഖ്റജ്നാ ബിഹി, അതുകൊണ്ട് ആ ഭൂമിയിൽ നിന്നും ആ വെള്ളം കൊണ്ട് അവൻ പുറത്തു കൊണ്ടുവരുന്നു. അസ്വാജൻ, ഇണകളെ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായ ഇണകളായ ചെടികളെ അവൻ പുറത്തു കൊണ്ടുവരുന്നു. മിൻ നബാത്തിൻ ശത്ത, വിഭിന്നങ്ങളായ ചെടികളിലുള്ള ഇണകളെ അവൻ പുറത്തു കൊണ്ടുവരുന്നു. ഇങ്ങനെ ആൺവൃക്ഷവും പെൺവൃക്ഷവും പോലെ പലതരത്തിലുള്ള ചെടികളെ അവൻ പുറത്തു കൊണ്ടുവരുന്നു. അതിൽ നിന്നാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ള ഫലവർഗങ്ങളുടെ ചെടികൾ നമുക്ക് ലഭിക്കുന്നത്. അതിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ നൽകാലികൾക്ക് ഭക്ഷിക്കാനുള്ള ചെടികളും അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറൊരു സ്ഥലത്ത് പറയുന്നത്, മതാഅൻ ലക്കും വലിഅൻആമിക്കും, നിങ്ങൾക്കുള്ള വിഭവങ്ങൾ അതിലുണ്ട്, അതുപോലെ നിങ്ങളുടെ നൽകാലികൾക്കുള്ള വിഭവങ്ങളും അതിലുണ്ട്. ഇങ്ങനെയാണ് അല്ലാഹു തആല ഈ ഭൂമി സംവിധാനിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ നമുക്ക് കൃത്യമായി വിശദീകരിച്ച് തരികയാണ്. ഈ ഭൂമിയെ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതല്ല, അതിലൊരു തൊട്ടിലുപോലെ എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ വീട് വെക്കാതെയോ അതിൽ യഥേഷ്ടം നിങ്ങൾക്ക് ഏത് രൂപത്തിലും നിങ്ങൾക്ക് ആ ഭൂമിയിൽ താമസിക്കാവുന്നതാണ്. അങ്ങനെ അതിന്റെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാനുള്ള വഴികളും അല്ലാഹു തആല വെട്ടിവെച്ചിട്ടുണ്ട്. അതുപോലെ ആകാശവും മഴ ചൊരിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുന്നു. ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ ഈ ഭൂമിയിലുള്ള പ്രകൃതിയുള്ള സംവിധാനം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.